ഫ്രണ്ട്സ്, നമ്മുടെ സാവൂണ രാവിലെ വന്ന് നമ്മുടെ മുക്കം ഭാഗത്ത് പാലത്തിന് താഴെ ഒരു വല വീശിയിട്ടേക്കാണ്. തെളിയണ്ണ വലയാണ്. അപ്പോൾ രാവിലെ വന്ന് എന്നോട് പറഞ്ഞാൽ നമുക്ക് വലയൊന്ന് എടുത്ത് നോക്കാം. അപ്പം ഞങ്ങൾ വലയൊന്ന് നോക്കാനുള്ള ശ്രമമാണ്. രാവിലെ വന്ന് വീശിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ വല കിടക്കുകയാണ്. നല്ല തെളിഞ്ഞലുണ്ട്. ഇവിടെ ആരെങ്കിലും ഇറങ്ങി പോള കളഞ്ഞായിരുന്നു. വൃത്തിയാക്കി നല്ല പരുവത്തിനാക്കിയിട്ടേക്ക് വീശാൻ. ഗൈസ്, അപ്പോൾ നമുക്ക് വലയെ നോക്കാം. ചെറിയ കരിമീനെ കാണുന്നുണ്ട് കേട്ടോ. ചെറിയ കരിമീൻ ഉടക്കി കിടപ്പുണ്ട് മേളിൽ തന്നെ. ഗൈസ്, തെളിയണ്ണി വലയാണ്. കാരണം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-4 പൊടിക്കരിമീനുണ്ട് കേട്ടോ. ഉടക്കി കിടപ്പുണ്ട് കരിമീൻ. നിങ്ങൾക്ക് വലയെ കാണാമല്ലോ. വലിച്ചു കയറ്റുകയാണ്. അടുത്തൊരു 3-4 അണ്ണാ. 5-6 കരിമീനുണ്ട് കേട്ടോ. കണ്ടോ? 1, 2, എവിടെയാണ് 3 ഇടത്തരം കരിമീനുണ്ട്. പിന്നെ മേളിലായിട്ട് 2-3 ഉടക്കി ഇരിപ്പുണ്ട്. പിന്നെ 3-5 കരിമീനുണ്ട്. നമ്മുടെ കഷ്ടപ്പാട് വെറുതെ ആയില്ല. നമ്മൾ വീശുന്ന പിടി എടുക്കാൻ പറ്റില്ല. കാര്യം എന്നാൽ വെളുപ്പിനെ തന്നെ വീശുകയാണ്. ഇപ്പോൾ എടുക്കുന്നുണ്ടോ എന്നാൽ കുടഞ്ഞെടുക്കുന്നുണ്ടോ? അതോ വീട്ടിൽ കുടഞ്ഞെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കാണാം. ചെറിയ കരിമീനൊക്കെ വലയുടെ മേളിൽ കയറി നല്ലപോലെ ഉടക്കിയിരിക്കുക. ഇത് ഇനി വിട്ടാലും ജീവിക്കത്തില്ല. അത് എടുത്ത് തന്നെ ഇല്ല, അതിനെ വിടായിരുന്നു. ഇപ്പോൾ തെളികണ്ണി വല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെളികണ്ണി വല, പറ്റുകണ്ണി വല, അങ്ങനെ വലകൾ നിർമ്മിച്ച് നൽകണമെങ്കിൽ സാബുണ്ണെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നമ്പർ കൊടുത്തിരിക്കാം. അപ്പം അണ്ണെ വിളിക്കുവാണെങ്കിൽ വല ഏത് തരത്തിലുള്ള വലയാണെങ്കിലും അന്ന് ചെയ്തു തരും.